ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും അങ്ങനെ ആ ഒരു അവസ്ഥയിൽപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായാലും സഹായത്തിന് വേണ്ടിയിട്ട് നവീനെ നമുക്ക് സമീപിക്കണം, നവീൻ നമ്മളെ സഹായിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണ് ആദർശിനെ വിളിക്കുന്നതും അതുപോലെ തന്നെ ആദർശിന്റെ അവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവനിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താണെന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നത്. അങ്ങനെ ഒരു സംഭവത്തിൽ എന്തായാലും നമുക്ക് അവനെ സഹായിക്കണം എന്നിങ്ങനെ കിരൺ കല്യാണിയോട് പറയുകയാണ്. അത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം കിരണേട്ട, ആദർശേട്ടന് എന്ത് സഹായം വേണമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഈ പോലീസ് ആണെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് പോലീസിന് ഒരു നല്ലൊരു തെളിവ് അവിടെ നിന്നും കിട്ടും. അവിടെ കിടക്കുന്ന ആ വലിയൊരു ഇരുമ്പ് വടിയാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ ഇരുമ്പ് വടി അതിൻ്റെ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരാണ് അതുകൊണ്ടാണ് തല്ലിയതെങ്കിൽ അതിൻ്റെ ആ ഫിംഗർ പ്രിന്റ് അതിൽ പതിഞ്ഞിട്ടുള്ള കൈപ്പാട് ആരുടേതാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇപ്പം എന്തായാലും കിരണോ മറ്റുള്ളവരോ അത് തൊട്ടിട്ടില്ല. കാരണം അവർ ആ സമയത്ത് അത് തൊടണ്ട എന്ന് പറഞ്ഞു പോയതാണ്. യഥാർത്ഥ കൊലയാളിയുടെ കൈപ്പാടാണ് ശരിക്കും ആ ഇരുമ്പ് വടിയിലുള്ളത്. അങ്ങനെ അതിൽ നിന്നാണ് പോലീസിന് ചെറിയ സൂചനയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു പ്രതിയിലേക്ക് എത്തുന്നതും പോലീസ് അങ്ങനെ തന്നെയാണ് അവനെ പിടികൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ കിരൺ ആണെങ്കിൽ സരയുവിൻ്റെ അതായത് സരയൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കിരൺ താരയോട് പറയുന്നുണ്ട്, സരയു എന്തായാലും സരയുവിൻ്റെ മാറ്റം അത് നല്ലൊരു മാറ്റം തന്നെയാണ്. ഞാനും എന്നോടും കല്യാണിയോടും ഒരുപാട് ദേഷ്യാർന്ന് ഈയിടയ്ക്ക് സരയുവിൻ്റെ കുഞ്ഞിനെ കൺമണി മോളെ ആ മനോഹറിനെ കാണിക്കാൻ കൊണ്ടുപോയി എന്നതിൻ്റെ പേരിൽ എന്തായാലും ഇപ്പോൾ അവൾക്ക് നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ എന്നെക്കാളും കൂടുതൽ ദേഷ്യം കല്യാണിയോടാണ്. എന്നോട് അത്ര വലിയ ദേഷ്യമോ കാര്യങ്ങളോ അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. എന്തായാലും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ താരയുടെ മുഖത്ത് നല്ലൊരു മാറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു പേടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കിരണ് സംശയം അടിക്കുകയും അതുപോലെ തന്നെ കിരണിനോട് താരായൊരു സത്യം തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സരയു ആണെങ്കിൽ കിരണിനെ സ്വപ്നം കണ്ടിരിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.